ഹായ് ഫ്രണ്ട്സ്, സബിഡി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റുകളും ഇന്നും ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും ഏതൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തെ അപ്ഡേറ്റ് എന്നുള്ളത് ഒരു സീരീസാണ്, ഒരു തമിഴ് സീരീസാണ്. ദേവിക ആൻഡ് ഡാനി എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ജൂൺ മാസം 6-ാം തീയതി ജിയോ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. റിലീസ് ചെയ്യുന്ന സമയത്ത് മൾട്ടി ഓഡിയോയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു സീരീസ്. അടുത്തത് നമ്മുടെ ശശികുമാർ പ്രധാന വേഷം കൈകാര്യം ഒരു ഫീൽ ഗുഡ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിൽ ഒരു വൻ വിജയം കരസ്ഥമാക്കിയ സിനിമയാണ്. ഇതിനു മുമ്പേ തന്നെ ഈ സിനിമയുടെ ലോ ക്വാളിറ്റി പ്രിന്റ് ഹിന്ദുസ്ഥാൻ OTT പ്ലാറ്റ്ഫോം വഴി റിലീസ് ചെയ്തിരുന്നു. എന്തായാലും ഈ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് ജൂൺ മാസം 2-ാം തീയതി ജിയോ ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. തമിഴ് ഭാഷ കൂടാതെ മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ഈ ഒരു സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ജൂൺ മാസം 2-ാം തീയതി. അടുത്ത ഒരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്നൊരു ഇംഗ്ലീഷ് മൂവിയാണ്. ബൗണ്ട്ലെസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഡാനിഷ്, സ്വീഡിഷ്, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അടുത്ത സിനിമ എന്നുള്ളത് തമിഴ് സിനിമകൾ ലീക്കാകപ്പെടാറുള്ള ഹിന്ദുസ്ഥാൻ OTT പ്ലാറ്റ്ഫോം, അതായത് ലോ ക്വാളിറ്റി പ്രിന്റ് ലീക്കാകപ്പെടാറുള്ള ഹിന്ദുസ്ഥാൻ OTT പ്ലാറ്റ്ഫോമിൽ 2 തമിഴ് സിനിമകൾ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് സൂര്യ, ഐശ്വര്യലക്ഷ്മി, സ്വാസിക എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത മാമ എന്ന് പറഞ്ഞ സിനിമയാണ്. ഡ്രാമ ഫീൽ ഗുഡ് വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഈ ഒരു സിനിമയും റിലീസ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഡബിൾസ് ഡബിൾ നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞൊരു കോമഡി ഹൊറർ മൂവി, അതായത് സന്താനം പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഈ 2 സിനിമകളും ഹിന്ദുസ്ഥാൻ OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് കാര്യങ്ങളൊക്കെ ഈ മാസം തന്നെ ജൂൺ മാസത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത നമ്മുടെ രജനീകാന്ത് ഒരു ക്യാമിയോ റോളിൽ വന്ന സിനിമയായിരുന്നു ലാൽ സലാം എന്ന് പറഞ്ഞ സിനിമ. രജനീകാന്തിൻ്റെ മകൾ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു. ഈ സിനിമയുടെ ഹിന്ദി വേഷം നേരത്തെയൊക്കെ റിലീസ് ചെയ്തിരുന്നു. ഇപ്പോൾ ഈ സിനിമയുടെ തമിഴ് വേർഷൻ OTT റിലീസിന് തയ്യാറെടുക്കുകയാണ്. എക്സ്റ്റെൻഡഡ് വേർഷനാണ് വരാൻ പോകുന്നത്. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോം വഴി ജൂൺ മാസം 6-ാം തീയതി റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അടുത്ത ദിവ്യ പിള്ള, ചന്തുനാഥ് എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത് തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയായിരുന്നു അന്ധകാര എന്ന് പറഞ്ഞ സിനിമ. മലയാള സിനിമയായിരുന്നു. പക്ഷേ ഈ സിനിമ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. മറാത്തി ഡബ്ഡ് വേർഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. മലയാളം ഇതുവരെ വന്നിട്ടില്ല. മറാത്തി ഡബ്ഡ് വേർഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അൾട്രാ ജെക്സ് OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ സിനിമയുടെ മറാത്തി ഡബ്ഡ് വേർഷൻ വന്നിട്ടുള്ളത്. മലയാളം എന്ന് വരുന്നുള്ള അപ്ഡേറ്റുകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അടുത്ത നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. കഴിഞ്ഞ ദിവസം തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയായിരുന്നു ഡിറ്റക്റ്റീവ് ഉജ്ജൽ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ ഇപ്പോഴും തിയേറ്ററിൽ നല്ല കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. വിജയത്തിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സിനിമയുടെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയുള്ള അപ്ഡേറ്റുകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ സിനിമയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ ജൂൺ മാസം അവസാനത്തോടു കൂടിയായിരിക്കും ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഒഫീഷ്യൽ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നതിന് നമുക്ക് കാത്തിരിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളുടെയും സീരീസുകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ലിസ്റ്റിലേക്ക് സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.